കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി വിഷയം LDF ചർച്ച ചെയ്യുമെന്നും സംസ്ഥാന ഘടകത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം ഇടപെടുമെന്നും ബേബി പറഞ്ഞു. വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ ഗുണം ലഭിക്കുമോ എന്നാണ് നോക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI ഈ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് LDFിൻ്റെ കൺവീനർ പ്രഖ്യാപിച്ചത്. ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും കഴിയും. CPI എന്ന് പറഞ്ഞാൽ CPIMൻ്റെ ഒപ്പം ഇന്ത്യയിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ്. അപ്പോൾ CPIയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലും ഉണ്ടാവുകയില്ല. കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വ്യത്യസ്ത പദ്ധതികളിലായി പണം വിനിയോഗിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഈ NEP അംഗീകരിച്ചുകൊണ്ടല്ല, NEPയിൽ സംസ്ഥാനത്തിന് വേണ്ടതായ മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ വരുത്താമെന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കാൻ വേണ്ടി. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇതിൽ CPMൻ്റെ ഇരട്ടത്താപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, CPM സംസ്ഥാന ഘടകം എടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് MA ബേബിയുടെ വാക്കുകൾ. മറ്റൊന്നുമല്ല, ഇതിനെതിരെ നിൽക്കുന്ന CPIയെ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു സമീപനം MA ബേബി സ്വീകരിക്കുകയാണ്. ഇപ്പുറത്തെത്തുമ്പോൾ വളരെ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നു എന്ന് പറയുന്നത് ആ പണം കണ്ടുകൊണ്ടാണ്. 1400 കോടിയിലധികം രൂപ എന്തിന് വെറുതെ പാഴാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര നയം അംഗീകരിക്കാൻ വയ്യ, പക്ഷേ പണം വേണം. ഇതാണ് CPMൻ്റെ നിലപാട്. ഒപ്പം തന്നെ മുന്നണിക്കകത്തെ ചില പ്രശ്നങ്ങൾ കൂടിയാണ് MA ബേബി വരച്ചു കാട്ടുന്നത്. വിവരങ്ങൾ. നിലമ PM ശ്രീ പദ്ധതി അംഗീകരിച്ച് മുൻപോട്ട് പോകാം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയും അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനപ്രകാരം സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്ന CPMൻ്റെ തീരുമാനപ്രകാരമാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഈ PM ശ്രീ പദ്ധതി അംഗീകരിക്കാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്നതിൻ്റെ തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നു. അതിനെതിരെയാണ് മുന്നണിയിൽ പ്രത്യേകിച്ച് CPI അത് LDF യോഗത്തിലും മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത് എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPI ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിൽ MA ബേബിയുടെ പ്രതികരണത്തെ CPIയെ അനുനയിപ്പിക്കാനുള്ളൊരു പ്രതികരണമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതിനപ്പുറത്തേക്ക് കേരള ഘടകത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ളൊരു ശക്തി ഇപ്പോൾ CPMൻ്റെ കേന്ദ്ര ഘടകത്തിനുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. മുൻപ് അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളുണ്ടായിരുന്നു, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് നൽകാമായിരുന്നു. അതായത് കേരള ഘടകത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനവും വിപരീതമായിട്ടുള്ള തീരുമാനങ്ങളും ബംഗാൾ ഘടകത്തിൻ്റെയും ഒപ്പം CPM കേന്ദ്ര സമിതിയുടെയും എല്ലാം ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരള ഘടകത്തിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെ കേരള നേതാക്കളുടെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്കൊരു തീരുമാനമെടുക്കാനോ പ്രഖ്യാപനം നടത്താനോ ഒന്നും CPMൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിലവിൽ CPIയെ അനുനയിപ്പിക്കാനുള്ളൊരു പ്രതികരണവുമാണ് പ്രസ്താവനയുമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് വേണം വിലയിരുത്താൻ. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, ഒന്ന്, ഈ വിഷയം LDFൽ ചർച്ച ചെയ്യും. CPI വിമർശനം ഉന്നയിച്ചതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചർച്ച ഈ വിഷയം മുന്നണി യോഗത്തിൽ നടത്തും. CPIയെ തള്ളിക്കൊണ്ട് CPM മുൻപോട്ട് പോകില്ല. അത് അഖിലേന്ത്യാ തലത്തിലും കേരളം ഉൾപ്പെടെ സംസ്ഥാന തലത്തിലും CPI ഒപ്പം നിർത്തും എന്ന് MA ബേബി ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പുതിയ വിദ്യാഭ്യാസ നയം, സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ PM ശ്രീ പദ്ധതി നടപ്പാക്കി ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കുമോ എന്നാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ഘടകവും CPMഉം പരിശോധിക്കുന്നത് എന്ന കാര്യം കൂടി MA ബേബി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം PM ശ്രീ പദ്ധതി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന വീരവാദം മുഴക്കിയ വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാന സർക്കാരുമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിൽ മുൻപുണ്ടായിരുന്നത് ഈ PM ശ്രീക്ക് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സമ്മതം അറിയിച്ചിരുന്നുവെന്ന് മാർച്ച് 24-ന് വിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് കത്തയച്ചതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ അപ്പോൾ ഇത് നേരത്തെ തന്നെ CPM ഇതിന് സമ്മതം കൊടുത്തിരുന്നതാണ്. അപ്പോൾ CPIയെ വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ CPIക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
നീലിമ 2024 മാർച്ചിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ചിട്ടുള്ള കത്തിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. അത് CPI അറിഞ്ഞില്ല എന്നുള്ളതായിരിക്കാം യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയായിരിക്കാം CPIയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള എതിർപ്പും വിമർശനവും ഉന്നയിച്ചിട്ടുള്ളത്. അതിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് വേണം കരുതാൻ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ അതിൻ്റെ ഭാഗമാകാതെ പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ കേന്ദ്ര സഹായം ലഭിക്കുന്നതിന് തടസ്സങ്ങളുണ്ടാകും. അതിനൊരു കടുംപിടുത്തം കേന്ദ്രം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ ഉറപ്പുവരുത്തുന്നത് മുൻപ് ഇത്തരത്തിൽ സമാനമായിട്ടുള്ള നിരവധി പദ്ധതികൾ അതിൻ്റെ ഗുണം നേടിയെടുക്കുകയും അതായത് കേന്ദ്ര ഫണ്ട് നേടിയെടുക്കും, അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് ചില പദ്ധതികളുടെ പേരിൽ കേരള സർക്കാരിൻ്റെ പദ്ധതികളുടെ പേരിൽ ആ പണം വിനിയോഗിക്കുന്നതും മുൻപ് കണ്ടിട്ടുള്ളതാണ്. അത് ലൈഫ് മിഷൻ ഉൾപ്പെടെ നിരവധി പദ്ധതികളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര പദ്ധതിയായി തന്നെ നടപ്പാക്കണം എന്ന കൃത്യമായ നിർദ്ദേശം കേന്ദ്ര സർക്കാർ വെച്ചിരുന്നു. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ 2024 മാർച്ചിൽ തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ CPIയുടെ ഭാഗത്തുനിന്ന് അത് CPIയുമായി കൂടിയാലോചിക്കുകയോ LDF എന്നുള്ള രീതിയിൽ ഒരു മുന്നണിയിൽ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന വിമർശനമാണ് CPI ഉന്നയിച്ചത്. അതിനെ അനുനയിപ്പിക്കുന്ന തരത്തിൽ LDF വിഷയം ഉന്നയിച്ച രീതിയിൽ ഈ വിഷയത്തിൽ CPI ഉന്നയിച്ച രീതിയിൽ LDFൽ വിഷയം ചർച്ച ചെയ്യുമെന്നും വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയതിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്താനാക്കുമോ എന്ന പ്രതികരണമാണ് MA ബേബി നടത്തിയത്. നീലിമ. ശരി, ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.